ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഷബ്ന വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു കിടുക്കാച്ചി ബീഫ് കറി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതിനെ ഇറച്ചി നന്നായി കഴുകിയതിന് ശേഷം മല്ലി, മുളക്, മഞ്ഞൾ, ഉപ്പും കൂടെ ഇട്ടിട്ട് മിക്സാക്കിയിട്ട് വെക്കണം കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ടാകും. ഞാനിങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. ഉപ്പിട്ടിട്ട് ആദ്യം അവിടെ നമ്മൾ കുഴച്ചിട്ട് നമ്മളെ കൈ കൊണ്ട് കുഴച്ചിട്ട് അവിടെ സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അതിന് ശേഷം നമ്മൾ ഉള്ളി, തക്കാളി, പച്ചമുളക് ഒക്കെ നേരാക്കി വെക്കുക കേട്ടോ. അതൊക്കെ നേരാക്കി, ഉള്ളിക്കൊക്കെ ഭയങ്കര വിലയാണ്, അതുകൊണ്ട് കുറേശ്ശെ ഇട്ടാൽ മതി. ഞങ്ങൾ കുറച്ചിട്ടിട്ടുള്ളൂ. പിന്നെ കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം സവാള ഇട്ടിട്ട് വാട്ടി കൊടുക്കുക കേട്ടോ. സവാള വാട്ടുമ്പോൾ കുറച്ച് ഉപ്പിട്ടാൽ വേഗം വഴന്ന് വരുന്നതാണ് പറഞ്ഞ് കേട്ടത്. അതുകൊണ്ട് ഞാനും അങ്ങനെ ഇടും കേട്ടോ. അപ്പോൾ അത്രയും ഗ്യാസ് കുറഞ്ഞ് കിട്ടുമല്ലോ, പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടേ. അതിന് ശേഷം കുറച്ച് ഇഞ്ചി ചതച്ച് വെച്ചതൊക്കെ അതിൽ കൂടെ ഇടുക കേട്ടോ. പിന്നെ തക്കാളി പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് നന്നായി വാട്ടിയെടുക്കുക. വാട്ടിയെടുത്തതിന് ശേഷം മല്ലിയും മുളകും മഞ്ഞളും ഞാൻ ഇതിൽ കൂടെ ഇടും കേട്ടോ. ഇറച്ചിയിലിടുന്നതിന് പുറമെ ഈ ഉള്ളി കാര്യങ്ങളിലും ഇടും കേട്ടോ. അതിനിട്ടതിന് ശേഷം നമ്മൾ ബീഫ് മസാല ഉണ്ടല്ലോ, ഞങ്ങൾ ബീഫ് വാങ്ങിയാൽ അപ്പുറത്ത് വീടിൽ പോയിട്ട് 10 രൂപയുടെ അങ്ങനത്തെ ഒരു പാക്കറ്റ് മേടിച്ചുകൊണ്ട് പോയി കേട്ടോ. അപ്പോൾ അത് മൊത്തം അതിൽ കൊട്ടും. പിന്നെ ഗരം മസാല കുറച്ചിട്ട് കൊടുക്കുക, നമ്മളൊക്കെ കണക്കിലിടുക കേട്ടോ. പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഇറച്ചി അതിലേക്ക് ഇട്ടിട്ട് ഒരു എത്ര വേവിച്ചാൽ അത്രയും വിസിൽ വരിക. കണ്ടില്ലേ, ചോറിക്ക് നല്ല അടിപൊളി ബീഫ് കറി. എന്താ പറയുക, അങ്ങനെ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ബീഫ് കറി വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.